എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ചേട്ടനെ ഇറക്കുന്നതാണ്. വരുന്നില്ലേ പൊന്നാ? ടാറ്റ പറ. ചേട്ടൻ പോകുന്നു. ടാറ്റ പറ. ഒരു ഉമ്മൊക്കെ കൊടുത്ത് നേരെ ഭയങ്കര ചൂട് കേട്ടോ. അപ്പോൾ നേരെ ചേച്ചിയുടെ റൂമിലേക്ക് പോകണം. ചേട്ടനെ നോക്കിക്കോ. പോകുന്നു ചേട്ടൻ. ഇനി വൈകുന്നേരം നോക്കാതെ അതേപോലെ ടിഫിൻ ആ ബാഗിൽ വെക്ക്. പേഴ്സൊക്കെ നോക്കണം. ആ പോകുന്ന ചേട്ടൻ. പോയല്ലേ. ഇനി അച്ഛ പോവും. മമ്മി ഷീറ്റ് മമ്മി തലങ്ങണി ഇട്ട് പില്ലോ കവറേ ഇട്ടുള്ളൂ. തലങ്ങണി കുറേ ഇട്ടുള്ളൂ. അതേ ഷീറ്റ് ഇരിക്കുന്നത്. ഷീറ്റ് വിരിച്ചില്ല. അതിന് മുമ്പേ കയറി. ഓ ഇവന് ഒരു ഇതുണ്ട് കേട്ടോ. ഷീറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് ഷീറ്റ് ഇത് അവൻ്റെ വിചാരം ഈ ഷീറ്റ് വിരിച്ചെന്നാണ് കേട്ടോ. ഈ ഷീറ്റ് ഇത് നമ്മൾ വിരിക്കുന്ന ഷീറ്റിൻ്റെ അടിയിൽ വിരിക്കുന്ന. കാരണം ഇവൻ്റെ നഖമൊക്കെ കൊണ്ട് ബെഡ് കീറിയാലോ എന്ന് വിചാരിച്ച് അടിയിൽ വിരിക്കുന്ന ഷീറ്റ് കേട്ടോ. അവൻ്റെ വിചാരം ഷീറ്റ് വിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി പിന്നെ വിരിക്കാം. ഷീറ്റ് ഇവിടെ ഇരിക്കട്ടെ. മമ്മി പില്ലോ കവറൊക്കെ ഇട്ടത് ഷീറ്റ് ഇവിടെ ഇരിക്കട്ടെ. കിടന്നോ മോൻ കിടന്നോ. മമ്മി പിന്നെ വിരിച്ചോളാം കേട്ടോ. മോൻ പോകുമ്പോൾ വിരിച്ചോളാം കേട്ടോ. അവന് പുതിയ ഷീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറി കുളു എന്നുള്ളൊരു കാട്ടായം ഉണ്ട് കേട്ടോ. അത് ചെയ്തില്ലെങ്കിൽ അവന് ഉറക്കം വരും. അവന് കാത്തിരിക്കും. അപ്പോൾ ഈ പില്ലോ കവറൊക്കെ ഇട്ടപ്പോൾ അവൻ്റെ വിചാരം എന്താ ഷീറ്റ് വിരിച്ചു അതാ കയറി കിടക്കുന്നു. ശരി കിടന്നോ കേട്ടോ. മോൻ കിടന്നോ. ഭയങ്കര ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ. മോൻ കിടന്നോ. മമ്മി പിന്നെ വിരിച്ചോളാം കേട്ടോ. ശരി. എന്ന് പറഞ്ഞാൽ നമ്മൾ നഖമൊക്കെ വെട്ടിക്കൊടുത്താലും ഇതിൻ്റെ പുറത്ത് ഷീറ്റ് വിരിച്ചില്ലെങ്കിൽ അവരുടെ ചെറിയ നഖം മതി. ബെഡ് കീറിപ്പോയാൽ പിന്നെ അങ്ങ് തുടരും കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഷീറ്റിൻ്റെ അടിയിൽ ഞങ്ങൾ ഇത് വിരിച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഷീറ്റ് വിരിക്കുന്നത് കേട്ടോ. അവരെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അതിൻ്റേതായ നല്ല കെയറിങ് വേണം. നഖം വെട്ടിക്കൊടുക്കണം. അപ്പിയിട്ട അവിടെയൊക്കെ തുടച്ചു കൊടുക്കണം. മൂത്രം ഒഴിച്ചാൽ തുടച്ചു കൊടുക്കണം. കാലും കൈയും തുടച്ചു കൊടുക്കണം. ഷീറ്റിലൊക്കെ കയറുമ്പോൾ നമ്മുടെ കൂടെയൊക്കെ കിടക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ പല്ല് തേപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ ശ്വാസത്തിനും വായിലൊക്കെ നമ്മൾ ഇറച്ചി കൊടുക്കുമ്പോൾ ഒരു സ്മെല്ലായി. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാം കെയറിങ് ആയിട്ട് നോക്കി ഇവരെ നോക്കണമെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ലതായിട്ട് നോക്കണമെങ്കിൽ. അല്ലാതെ വെറുതെ ഇങ്ങനെ പുറത്ത് വിട്ട് അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ചെയ്യാറൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പിള്ളേർക്ക് അപ്പിയിട്ട കഴുകി കൊടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിവിടെ ടിഷ്യൂവിൻ്റെ ബോക്സ് ഒരുപാട് മേടിച്ച് വെച്ചേക്കുന്ന. നമ്മൾ ഡീപ്പായിട്ട് അവരെ സ്നേഹിക്കണം. മനസ്സിൻ്റെ അകത്ത് ഡീപ്പായിട്ട് ഇവർ മൃഗങ്ങളല്ല, ഇവർ നമ്മുടെ മക്കൾ തന്നെയാണ് എന്ന് ഇങ്ങനെ സ്നേഹിക്കുമ്പോഴേ നമുക്കങ്ങനെ നോക്കാൻ പറ്റും. അല്ല വെറുതെ ഇങ്ങനെ പുറത്ത് അഴിച്ചിട്ടും പിന്നെ തോന്നിയതുപോലെ അങ്ങനെ എനിക്ക് വിടുന്നതിൽ അങ്ങനെ ഇവരെ പെറ്റിനെ നോക്കുന്നതിൽ വലിയ ഇഷ്ടമല്ല. നോക്കുമ്പോൾ നല്ലതായിട്ട് അവരെ നമ്മളെ സ്വന്തം അങ്ങനെ പോലെ എല്ലാം നോക്കണം കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ അഴിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നതിൽ എനിക്ക് കെട്ടിയിട്ട് വളർത്തുന്നതിലൊന്നും വലിയ ഇതില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ റൂമിൽ കയറ്റും. പിന്നെ ഗസ്റ്റായിട്ട് കുറേ ആൾക്കാർ വന്നാൽ താഴത്തെ ഫ്ലാറ്റിൽ അവനെ ഗ്രില്ല് അടച്ചൊക്കെയുള്ളൂ. ഈ കെട്ടിയിടുന്നവരുടെ സ്വാതന്ത്ര്യത്തെ ഹാനികരിക്കുന്നതല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ ഓടി നടക്കണം പാവം. നമ്മളെ കുറച്ച് നേരം കെട്ടി ഒരു 2 അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും. അവർ എന്തോ വിഷമമാണ്. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പൂക്കാരൻ വണ്ടി നമ്മുടെ പൂവൊക്കെ ഉണ്ടല്ലോ. പഴയ പൂവൊക്കെ വണ്ടി വരും കേട്ടോ. വേസ്റ്റ് തട്ടുന്ന വണ്ടി വേറെ, പൂവ് തട്ടുന്ന വണ്ടി വേറെ. ഇത് പൂവ് തട്ടുന്ന വണ്ടിയാണ്. ഇത് കണ്ടോ. നമ്മൾ വയ്ക്കുന്ന പഴയ പൂക്കളൊക്കെ ഒരു കൊട്ടയിലിടും. അതിന് വേണ്ടി വണ്ടികൾ വരും കേട്ടോ. ഇവിടെ അങ്ങനെയാട്ടോ കോർപ്പറേഷൻ. വേസ്റ്റ് നമ്മൾ വീട്ടിലെ വേസ്റ്റുകൾ തട്ടുന്ന വണ്ടി രാവിലെ 6 മണിക്ക് വരും. ഈ ടൈം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവരുടെ 12 മണി വരെ ഉള്ള വർക്ക്. 8 മണി 8:30 മണിയൊക്കെ ആകുമ്പോൾ പൂ വണ്ടി വരും. അത് ഒന്നിരാടം വരും കേട്ടോ. വേസ്റ്റ് വണ്ടി ഡെയിലി വരും കേട്ടോ. ഞായറാഴ്ച വിട്ട് ഡെയിലി വരും. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് വന്നാൽ മോനെ അവിടെ നിന്ന് നോയിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ
നോക്കിയിരിപ്പുണ്ട് മോൻ. ഓ ബയോറിഫിൽ തേച്ചിട്ട് ഹലോ വെച്ച് ഇനി ഞാൻ വേസ്റ്റ് തട്ടിയിട്ട് ഇതേ പോകുന്നു കേട്ടോ. നമ്മുടെ മോനിങ്ങനെ മുകളിലിരിപ്പുണ്ട് കണ്ടോ. ഇതുണ്ടോ ഒരുത്തൻ. ഞാനിപ്പോൾ താഴേക്ക് വേസ്റ്റ് ഇട്ടാനൊക്കെ വന്ന് അവനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ, പാവം. ഡാഡി പോകാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ അവൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ, കൊണ്ടാക്കാൻ. ചേട്ടനെ വിട്ടു, ഇനി ഡാഡിയെ വിടണം, ഇങ്ങനെ ഇരിക്കുന്ന. അവിടെ നിന്നോട്ടെ, അമ്മ മൊബൈൽ കടയിൽ പോയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, മൊബൈൽ കട എൻ്റെ വീടോട് ചേർന്നാണ് കേട്ടോ. അപ്പോൾ അവനിവിടെ നിന്ന് ഞാൻ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കണ്ടോ, ഒരുത്തൻ നിന്ന് നോക്കണം കണ്ടോ, തല കണ്ടോ, ഇത് കണ്ടോ. ഞാൻ കടയിൽ നിൽക്കുന്നതാണ്, മൊബൈൽ കടയിൽ. ഒരുത്തൻ നോക്കുന്ന കണ്ടോ. എന്നിട്ട് പുറത്തോട്ട് നോക്കിയിട്ട് ഒച്ച വെക്കുന്ന കേട്ടോ. ഒച്ച ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, പുറത്തോട്ട് നോക്കിയിട്ട് അവൻ ഒച്ച വെക്കണ കേട്ടില്ല. കണ്ടോ, വരുന്നു അവിടെ ഇക്ക വരുന്നു അവിടെ ഇക്ക വരുന്നടാ. നമ്മുടെ ഗേറ്റോട് ചേർന്ന് തന്നെയാണ് കേട്ടോ കട. അതുകൊണ്ട് അവൻ നോക്കി നിൽക്കണം. ഞാനിവിടെ കടയിൽ നിൽക്കുന്ന കാണാം. വരുന്നുണ്ട് കേട്ടോ മമ്മ. അതെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കട കേട്ടോ. നേരത്തെ മതിൽ വഴി പൈസ കൊടുത്താൽ മതി അവൻ ചെയ്തു തരുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. കുറേയൊക്കെ ഓൺലൈൻ വഴി മക്കൾ ചെയ്തു തരും. എന്നാലും അത്യാവശ്യത്തിന് കവറൊക്കെ മേടിക്കാൻ അവൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ കട എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന്. അപ്പം അവൻ ഹലോ അയച്ചോ ഇവരെ കണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പണിക്കാരത്തിയുടെ പൊക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, അയ്യോ മണി 11:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയവും കേട്ടോ. ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നില്ല. അവിടുത്തെ ഫാൻ ഇച്ചിരി കാറ്റ് കുറവാട്ടോ. അപ്പോൾ എല്ലാവർക്കും വേറെ സബ്ജിയൊക്കെ ഉണ്ടാക്കി. ഞാനിപ്പോൾ ഇച്ചിരി ഉരുളക്കിഴങ്ങ് കറിയും 11:30 മണിയാകുമ്പോൾ ദോശയും 2 ദോശയും കഴിക്കുള്ളൂ കേട്ടോ, കൂടുതലൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും കട്ടൻ ചായയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. 11:30 മണിയായി. മോന് ചോറൊക്കെ കൊടുത്തിട്ട് വന്നതാട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അലക്കാൻ. തുണി അലക്കാൻ മെഷീനിലിട്ടിട്ടുണ്ട്. ബാബുന്നു. അപ്പോൾ നമ്മുടെ പണി ഇങ്ങനെ പോകും കേട്ടോ. അവന് ഫുഡ് കൊടുത്തു, അവനെ തുടച്ചു. ഇനി പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എനിക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യേ. അപ്പോൾ വിചാരിച്ചു ദോശയും ചായ തണുത്ത് പോകും, അപ്പോൾ ചായയും കൂടെ കുടിച്ചിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. മോന് ചോറൊക്കെ കൊടുത്തു. ഇതേ തുടച്ചെടുത്തൊക്കെ വന്നേക്കുന്ന കേട്ടോ. ഇനി എന്നാൽ അവന് പൗഡർ ഇടണം. അപ്പോൾ പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ പൗഡർ ഇടട്ടെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മോനെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് തുണി വിരിക്കാൻ പോകണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചോറല്ല, റൊട്ടിയാണ്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കി നിങ്ങൾ കണ്ടല്ലോ. പിന്നെ റൊട്ടി ഉണ്ടായി. റൊട്ടിക്ക് കറി വേറെ വെച്ചു, മോന് ടിഫിൻ കെട്ടാൻ, മോൾക്കും എല്ലാം. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇനി ചോറ് വെക്കുന്നില്ല. മോനുള്ള ചോറ് വെച്ചു, അവന് കൊടുത്തു. അവന് പഴവും 3 പഴവും അവന് തൈരും ഒക്കെ കൂട്ടി കൊടുത്തു വന്നു കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ടൈമായി. ഇത് കണ്ടില്ലേ, 11:30 മണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം. 11:30 12 മണി. അപ്പോൾ കുറച്ച് വീഡിയോ എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.